ഇതാരെ പറ്റിക്കാനാണ്? ആദ്യത്തെ സംഭവങ്ങൾ തന്നെ ഉണ്ടായപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ ആഭ്യന്തരമന്ത്രി അരുതയെന്ന് ഒരു വാക്കു പറഞ്ഞിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് സമാധാനത്തോടെ ഭീതിയില്ലാതെ അവർക്ക് യേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ സാധിക്കുമായിരുന്നു. അതിനുള്ള ഒരു അവസരം ഉണ്ടായില്ല. BJP എപ്പോഴും അങ്ങനെയാണ്. പ്രവൃത്തി ഒന്നാണ്, പ്രയോഗം മറ്റൊന്നാണ്. അണികളെ ഇളക്കി വിടും. ക്രൈസ്തവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നടത്താൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിച്ചു വിടും. എന്നിട്ട് നേതാക്കള്, പ്രധാനമന്ത്രിയെ പോലെയുള്ളവര് ക്രൈസ്തവ ദേവാലയങ്ങളിൽ വന്നിട്ട് അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കും. ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുന്നത്? വെറും PR വർക്ക് എന്നതിലപ്പുറത്തേക്ക് എന്തു നേട്ടമാണ് ഇതുകൊണ്ട് പ്രധാനമന്ത്രി അല്ലെങ്കിൽ BJPയുടെ നേതൃത്വം ഉണ്ടാക്കുന്നത്? വെറും PR വർക്ക് മാത്രം. പൊതു തെരഞ്ഞെടുപ്പുകളുടെ തലേന്ന് ഏതെങ്കിലും ഒരു ഗുഹാക്ഷേത്രത്തിലോ മറ്റോ പോയിരുന്ന് തുറന്നു വെച്ച ടെലിവിഷൻ ക്യാമറകളുടെ മുമ്പിൽ ധ്യാനം നടത്തുന്നതിനപ്പുറത്ത് എന്ത് പ്രയോജനമാണ് ഇതുകൊണ്ടുള്ളത്? ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനിടയ്ക്ക് ഡൽഹിയിലെ ഒരു ദേവാലയത്തിൽ, റിഡംഷൻ കത്തീഡ്രലിൽ നമ്മുടെ പ്രധാനമന്ത്രി ചെന്ന് പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളത് കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുന്നു?